ഹലോ, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഓൺ വോയിസ് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ വാഹനങ്ങളുടെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റെക്കോർഡഡ് ഓഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് 30 വയസ്സ് ആകുമ്പോഴത്തേക്കും ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നു എന്ന്. അപ്പോൾ അതിനൊരു റീസൺ പറയുന്നത് നമ്മുടെ കോവിഡ് വാക്സിൻ എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടറൊന്നുമല്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കോവിഡ് പാൻഡമിക് ടൈമിൽ നമ്മൾ ആ കോവിഡ് വാക്സിനേഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പബ്ലിക് പ്ലേസിലോട്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകാനോ ഇല്ലെങ്കിൽ ഈവൻ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ എൻ്റർ ചെയ്യിക്കുള്ളൂ, കോവിഡ് വാക്സിനേറ്റഡ് ആയ ആൾക്കാരെ മാത്രം. പക്ഷേ 90% പേര് മാത്രമേ വാക്സിൻ എടുത്തിട്ടുള്ളൂ. ബാക്കി 10% പേര് ഇപ്പോഴും വാക്സിൻ എടുക്കാനുള്ളവർ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് വാക്സിൻസാണ് ഉണ്ടായിരുന്നത്, കോവിഷീൽഡ് ആൻഡ് കോവാക്സിൻ. അപ്പോൾ കോവിഷീൽഡ് എടുത്തവരുണ്ട്, കോവാക്സിൻ എടുത്തവരും ഉണ്ട്. അപ്പോൾ കോവിഷീൽഡ് എടുത്ത ആൾക്കാർക്ക് ഉള്ള ന്യൂസാണ് ആദ്യം വന്നത്. കോവിഷീൽഡ് എടുത്തവരിലാണ് രക്തം കട്ട പിടിക്കുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കോവിഷീൽഡ് എടുത്തവരിലാണ് കൂടുതലും അങ്ങനെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വാക്സിനാണ് കോവാക്സിൻ. അപ്പോൾ കോവാക്സിൻ എടുത്തവരിൽ ലങ്സിലെ ഇൻഫെക്ഷനും ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ആദ്യം കോവിഷീൽഡിനെ പറ്റിയാണ് ഇങ്ങനത്തെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ന്യൂസ് വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നമുക്ക് കോവാക്സിന് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പലരും സന്തോഷിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. കോവാക്സിനും പാർശ്വഫലങ്ങളുണ്ട്. ലങ്സിനെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കോവാക്സിൻ ഉള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ മുഴുവൻ ഞങ്ങളെടുത്തത് കോവാക്സിനാണ് എടുത്തത്. കാരണം കോവിഷീൽഡിൻ്റെ സ്ലോട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിലെ സ്ലോട്ടിലാണ് ഞങ്ങൾ കോവാക്സിൻ ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ വേറെ ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ തണുപ്പ് അല്പം പോലും കൊള്ളാനോ അല്ലെങ്കിൽ തണുത്ത ആഹാരങ്ങൾ കഴിക്കാനോ ഇപ്പോൾ എൻ്റെ ഹെൽത്ത് എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് തണുപ്പുള്ള ആഹാരം കഴിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം എൻ്റെ ലങ്സിൽ പെട്ടെന്ന് കഫം അടിഞ്ഞു കൂടുകയും അത് പല നിറങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു. അതായത് എന്താ പറയുക, അത് ന്യൂമോണിയ വരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.